കരങ്ങൾ കൂപ്പാവോ, കണ്ണുകൾ തുറന്ന ദിവ്യഗാനത്തിലേക്ക് നോക്കിക്കേ. നമുക്ക് ഈശോയെ ഒരു നിമിഷം ഹൃദയം കൊണ്ട് ആരാധിക്കാം. കാരണം നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഈശോ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആ കർത്താവിനെ ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കണ്ണു തുറന്ന് കർത്താവിനെ നോക്കിക്കേ. ഈശോ പറയുന്നത് കേൾക്ക്. നീ മനുഷ്യൻ പറയുന്നല്ല കേൾക്കണ്ടേ, ലോകം പറയുന്നല്ല നീ കേൾക്കേണ്ടത്. ഈശോ പറയുന്നത് മാത്രമേ കേൾക്കാവൂ. കർത്താവ് നിന്നോട് സംസാരിക്കുന്നത് മാത്രമേ കേൾക്കാവൂ. ഈശോ പറയുന്നത് കേട്ടാൽ മാത്രം പോരാ. ഈശോ പറയുന്നത് നമുക്ക് ജീവിക്കാനും കൂടി പറ്റണം. ഈശോ പറഞ്ഞതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക കൂടി വേണം. ലോകം പറഞ്ഞത് കേട്ടും ലോകം പറഞ്ഞതിനനുസരിച്ചും നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടല്ലോ. മനുഷ്യൻ പറയുന്നത് കേട്ട്, മനുഷ്യന്റെ സ്വരം കേട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് പറയുന്നത് കേട്ടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണ്ടേ, നമ്മുടെ സ്വപ്നങ്ങളെ ക്രമപ്പെടുത്തണ്ടേ. ഹെസ്കേൽ രാജാവിനോട് കർത്താവ് പറഞ്ഞു, രാജാവേ, മരിക്കാൻ പോവാ, നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്താൻ. അവൻ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി ചങ്കുപൊട്ടി കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ചപ്പോ കർത്താവ് എന്നാ ചെയ്തേ? 15 വർഷം കൂടി അവന്റെ ആയുസ് നീട്ടിക്കൊടുത്തു. മക്കളെ, ഇതാ നിന്റെ കർത്താവ് നിന്റെ മുമ്പിൽ, ഇതാ നിന്റെ സ്നേഹനദിയായ ഈശോ നിന്റെ മുമ്പിൽ. ഈശോ പറയുന്നത് മാത്രമേ ഈ നിമിഷം കേൾക്കാവൂ. നിന്റെ മനസ്സിലും നിന്റെ ഹൃദയത്തിലും ഇന്നലകളിൽ ലോകം വിതച്ച, മനുഷ്യൻ വിതച്ച, മറ്റുള്ളവർ വിതച്ച ഏതെങ്കിലും തെറ്റായ ബോധ്യങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ, മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ, അതുകൊണ്ട് നീ ഇന്ന് നിരാശയില്ല, അതുകൊണ്ട് നീ ഇന്ന് മുൻവിധിയില്ല, അതുകൊണ്ട് നീ ഇന്ന് കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന, പരിഹാസങ്ങളുടെ നടുവില. മോനെ, കർത്താവ് പറയുന്നത് മാത്രം നിന്റെ ചങ്കിലേക്ക് കയറട്ടെ. കർത്താവിന്റെ സ്വരം മാത്രം നിന്റെ ഹൃദയത്തിലേക്ക് വീഴട്ടെ. നിന്റെ മനസ്സിനെ, നിന്റെ ചിന്തകളെ ദൈവസ്വരം മാത്രം കീഴടക്കട്ടെ. അപ്പോ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ എളുപ്പമാണ്, ജീവിതത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമായിട്ട് മാറും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേ. കരങ്ങൾ ഒരിക്കൽ കൂടി ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മനുഷ്യന്റെ സ്വരം കേട്ട് മനുഷ്യ മനസ്സുകൾ ഇന്ന് ആകുലപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ കർത്താവേ, നീ ഇപ്പോൾ സ്പർശിക്കണമേ, നീ ഇപ്പോൾ തൊടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കരങ്ങളെ മാറോട് ചേർത്ത് പിടിക്കാം. മക്കളെ, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗം എന്താണെന്നറിയാവോ? നമ്മൾ വാക്കുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാത്രം മാറരുത്, പ്രവർത്തികൾ കൊണ്ടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറണം. മനുഷ്യൻ പറയുന്നതല്ല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ദൈവത്തിന്റെ സ്വരമാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. മനുഷ്യൻ പറഞ്ഞത് കേട്ടല്ലേ നമ്മൾ ഇത്രമാത്രം ഇന്ന് നിരാശയിലായിരിക്കുന്നത്? മനുഷ്യന്റെ സ്നേഹം കിട്ടാത്തത് കൊണ്ടല്ലേ നീ ഇത്ര കണ്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത്? മനുഷ്യർ നിന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടും സ്നേഹിക്കാത്തതും കൊണ്ടല്ലേ നീ വല്ലാതെ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടെന്ന് കഴിയുന്നത്? മക്കളെ, മാനുഷിക ബന്ധങ്ങൾക്കും അപ്പുറം ദൈവീക ബന്ധത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. അപ്പോ ക്രിസ്തുവാകുന്ന പാറമേൽ ജീവിതം പണിയപ്പെടും. മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കും. അതൊരു കാറ്റടിച്ചാൽ, ഒരു കോൾ ഉണ്ടായാൽ, ഒരു സാഹചര്യം വന്നാലൊക്കെ മനുഷ്യൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ദൈവം ഒരിക്കലും മാറില്ല. ക്രിസ്തുവാകുന്ന പാറ അതൊരിക്കലും മാറ്റമില്ല, മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ട് മനുഷ്യരെ വിശ്വസിക്കുന്നതിനേക്കാളും നല്ലത് എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കർത്താവിൽ ആശ്രയിക്കുന്നതെന്ന് സങ്കീർത്തകൻ 118:8 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ ആശ്രയിക്കുന്നത് നിർത്താം, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കാം. കർത്താവിൽ ജീവിതം സമർപ്പിക്കാൻ നമുക്ക് പഠിക്കാം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 43-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങള് ഈ നിമിഷം ഹൃദയത്തിലേക്ക് ഒന്ന് എഴുതിയിട്. ഇത് ദൈവസ്വരമാണ്, ഇത് മനുഷ്യന്റെ വാക്കല്ല, ഇത് കർത്താവിന്റെ സ്വരമാണ്. ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിടേണ്ടത്, ഇതാണ് നമ്മുടെ മനസ്സിൽ എഴുതിയിടേണ്ടത്, ഇതാണ് നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെ ഒക്കെ
വികാരങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത് ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവാണ് പറയുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത നിന്റെ കർത്താവ് പറയാം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ആദ്യം പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഇതിലും വലുത് നമുക്ക് മറ്റാരിൽ നിന്നും കേൾക്കേണ്ടത് ആവശ്യമുണ്ടോ? നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞ ആ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ വചനം പോരെ? ഈശോ എന്നെ പറഞ്ഞ, ഞാൻ നിന്നെ രക്ഷിച്ചു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു, നീ എന്റേതാണ്, നീ എന്റേതാണെന്ന് ഈശോ പറഞ്ഞു. നമ്മുടെയൊക്കെ വലിയ വിഷമം എന്നാ? അച്ഛാ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എൻ്റെ കൂടെ ആരും നിൽക്കുന്നില്ല, ഞാൻ ആരുടെയെങ്കിലും ആണ് എന്ന് പറയാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ്. ഇതൊക്കെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന വിഷയമല്ലേ? ഇവിടെ കർത്താവ് പറഞ്ഞത്, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ സമുദ്രത്തിലൂടെ കടക്കുമ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്. മകനെ, മകളെ, നീ വിഷമിക്കരുത്, നീ അസ്വസ്ഥപ്പെടരുത്. ഈ പ്രശ്നത്തിന്റെ നടുവിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ തടസ്സത്തിന്റെ നടുവിൽ, ഈ രോഗത്തിന്റെ നടുവിൽ, ഈ നിരാശാജനകമായ ജീവിതത്തിന്റെ അനുഭവത്തിൽ നീ തളർന്നു പോകരുത്, തകർന്നു പോകരുത്. കർത്താവ് പറഞ്ഞു, സമുദ്രത്തിലൂടെ നടക്കുമ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. ഒരു നദിക്ക് നിന്നെ മുക്കാൻ പറ്റില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്തൊരു സംരക്ഷണമാണെന്ന് നോക്കിക്കേ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതല്ലേ നമ്മൾ കേൾക്കേണ്ടത്? ഇതല്ലേ നമ്മുടെ മനസ്സിന് ഫലം തരുന്ന കാര്യങ്ങൾ? അല്ലാതെ മനുഷ്യൻ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലിട്ട് താലോലിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നീ എന്തിന് ഇത്ര കണ്ട് ആകുലപ്പെടണം? മനുഷ്യൻ നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പോട്ടെ, ദൈവം ഉണ്ടല്ലോ നിന്നെ സ്നേഹിക്കാൻ. മനുഷ്യൻ നിന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോട്ടെ എന്ന് വെക്ക്, ദൈവം ഉണ്ടല്ലോ നിന്നെ മനസ്സിലാക്കാൻ. നിന്റെ അപ്പനും നിന്റെ അമ്മയും നിന്റെ മക്കളും നിന്നെ ചേർത്ത് പിടിക്കുന്നില്ലെങ്കിലും പോട്ടെ, അപ്പനേക്കാളും അമ്മയെക്കാളും നിന്നെ സ്നേഹിച്ച് നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടല്ലോ. ഇതാ ആ കർത്താവ് ഈ അൽത്താരയിൽ നിന്നും നിന്നെ കാണുന്ന സമയമാണ്. നിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാ. വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കേ. നിന്റെ സങ്കടങ്ങളെല്ലാം ഈശോയോട് ചേർത്ത് വെക്ക്. നിന്റെ കണ്ണുനീരെല്ലാം ഈശോയുടെ മുമ്പിൽ ഇറക്കി വെക്ക്. ഈശോയെ, ഇന്നിന്ന വേദനകൾ എനിക്കുണ്ട്, ഈശോയെ ഇന്നിന്ന നൊമ്പരങ്ങൾ എനിക്കുണ്ട്, ഈശോയെ ഇന്നിന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ആനന്ദമില്ല, വലിയ പ്രശ്നങ്ങളാണ്, വലിയ പ്രതിസന്ധികളാണ്, എല്ലാം തടസ്സമാണ്, മുന്നോട്ട് പോകാൻ പറ്റണില്ല. എൻ്റെ കർത്താവേ, സാമ്പത്തിക വരുമാന മാർഗങ്ങളൊക്കെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഈശോയെ അനുഗ്രഹിക്കണമേ, വിടുതൽ നൽകണമേ. വല്ലാത്ത ഞെരുക്കം ഞങ്ങളുടെ ജീവിതത്തിന്റെ മേലുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സ്വരം നിന്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കട്ടെ. കർത്താവിന്റെ സ്വരം നിന്റെ കാതുകളിൽ മുഴങ്ങട്ടെ. കർത്താവ് നിന്റെ കൂടെയുണ്ട്, കർത്താവ് നിന്റെ കൂടെയുണ്ടെന്നുള്ള സ്വരം. മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം എല്ലാ മക്കളും മുട്ടുമേലായിരിക്കാം. ഏതാനും നിമിഷങ്ങളായി തമ്പുരാൻ നമ്മളെ തൻ്റെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് ബലപ്പെടുത്തുക നിമിഷങ്ങളായിരുന്നു. തമ്പുരാന്റെ സ്നേഹം നമ്മളെ വല്ലാതെ പുതിഞ്ഞു പിടിച്ച നിമിഷങ്ങളായിരുന്നത്. ഇതാ കർത്താവ് എന്നും എക്കാലവും നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന കർത്താവാണ്. ഈശോ നിന്നെ ആശീർവദിക്കാൻ പോവാ. ഏതെല്ലാം മേഖലകളിൽ കർത്താവിൻ്റെ ഒരു സംരക്ഷണം മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്കൊക്കെ ഒരു ദൈവിക സംരക്ഷണം ആവശ്യമുണ്ടോ? അവരിലേക്കെല്ലാം ആ സംരക്ഷണം വിശ്വസിച്ച് ഏറ്റെടുത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ.